ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്നായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ അല്ല, ബാക്ക് ടു സ്കൂൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഫസ്റ്റ് ഡേ കൊണ്ടുപോകേണ്ട സാധനങ്ങളായിരുന്നു ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ നാളെ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകേണ്ടെന്നാണ്. നമ്മൾ എന്നും കൊണ്ടുപോകില്ലേ, അപ്പോൾ അതൊക്കെ എന്ത് കൊണ്ടുപോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് എത്ര കളിയുണ്ടോ അത്രയും കളിയിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു മീഡിയം ബാഗ് എങ്കിലും വേണം. ഓക്കെ, ഒരു മീഡിയം ബാഗ് വാങ്ങിച്ചാലാണ് നമുക്ക് ഈ വാങ്ങിച്ച സാധനങ്ങൾ, ബുക്ക്, പെൻസിൽ ബോക്സ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, പിന്നെ കുറേ സാധനങ്ങൾ അതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ സ്മോൾ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയുടെ ഇത്ര ഉള്ള സ്മോൾ ബാഗെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ഗൈസ് എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ പിൻട്രസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ ടോട്ട് ബാഗ്സ് അതൊന്നും വാങ്ങിക്കരുത്. അപ്പോൾ നമ്മൾ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഇവിടെയൊക്കെ വേനെടുക്കും, ഷോൾഡറൊക്കെ വേനെടുക്കും. അപ്പോൾ അതങ്ങനെ വാങ്ങിക്കരുത്. നമ്മൾ ഷോൾഡർ സ്ട്രാപ്പുള്ള ബാഗ് തന്നെ വാങ്ങിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിന് വേനൊന്നും എടുക്കാതെ നമ്മൾ ഷോൾഡർ സ്ട്രാപ്പുള്ള ഒരു ബാഗെങ്കിലും വാങ്ങിക്കണം, മീഡിയം സൈസിൽ. ലാർജ് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം കുത്തി കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ ഇത് വലുതായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലും സാധനം നിറയ്ക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കരുത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ബാഗ് തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര കളിയുണ്ടോ എന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറയണേ, ഓക്കെ, ഫസ്റ്റ് കളി തന്നെ നമ്മൾ എന്തിടണം എന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റ് കളി തന്നെ ഒരു കള്ളി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഫയലോ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ബോർഡ് വെക്കണമെങ്കിലോ അവിടെ വെക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഞാൻ വെച്ചിരിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ബുക്ക്, 2 ബുക്ക്, ഗ്രിഡ് നോട്ട് ബുക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ഞാൻ വെക്കും. പിന്നെ ഒരു ചെറിയ ബുക്ക് നമുക്ക് എന്തെങ്കിലും എഴുതാനായിട്ട് എടുക്കും. അപ്പോൾ അതിനകത്താണ് ഞാനത് വെക്കണത്. അപ്പോൾ അതിനകത്ത് ഞാൻ അത്രയൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയണത് ഒരു മീഡിയം സെഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ വെക്കണമെന്ന് പറയണത് നമ്മുടെ ബുക്സ്, അന്നത്തെ ടൈം ടേബിൾ ബുക്സൊക്കെയാണ് ഞാൻ അതിനകത്ത് വെക്കുന്നത്. പിന്നെ നമ്മുടെ ബോക്സ്, അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ അതൊക്കെയാണ് ഞാൻ അതിനകത്തും വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോട്ട് ബുക്സൊക്കെ വെക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ആ കളിയിൽ നമ്മൾ അത്രയൊക്കെ വെക്കുന്നുള്ളൂ, ഞാൻ അത്രയൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മൂന്നാമത്തെ കള്ളി വെക്കേണ്ട സാധനങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സൊക്കെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും അത്. അപ്പോൾ അതിനകത്ത് വെക്കേണ്ടത് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ സ്നാക്സ് ബോക്സ്, പിന്നെ വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ 2 കള്ളികളുണ്ടാവുമല്ലോ, ആ കള്ളിയിലും വെച്ചാൽ മതി. ഞാൻ എവിടെ വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആ കളിയിൽ അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് 5 എണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ 4ാമത്തെ ഇതിൽ വെക്കുന്നത് വെഡ് വൈപ്പും വേറെ വെഡ് വൈപ്പ് 3 വെഡ് വൈപ്പ് ഞാൻ വെക്കുന്നുണ്ട്. ഒരു വലിയതും 2 സ്മോളും. പിന്നെ വേറെ ഒരു ലിപ്സ്റ്റിക്ക് വെക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് തന്നെ കേട്ടോ, ഈ ഷെയ്ഡ് തന്നെയാണ്, മനസ്സിലാവും. ഈ ഷെയ്ഡ് തന്നെയാണ് ഞാൻ അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടു ഡു ലിസ്റ്റ് പോലത്തെ ഒരു സ്റ്റിക്കി നോട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമാണ് ഞാൻ ആ കള്ളിയിൽ വെക്കുന്നത്. ഇനി ഞാൻ 5ാമത്തെ കള്ളി വെക്കുന്നത്, നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേന തീർന്നു. അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ വാങ്ങിക്കേണ്ടതെന്ന് ഇഷ്ടം നമ്മുടെ ബാഗിൽ നിന്ന് തന്നെ എടുത്തെഴുതുന്നുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് 2 പാക്കറ്റ് പേന വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് പെൻസിൽസ്, പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ റബ്ബേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ
അതിനകത്ത് ആ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ 2 സൈഡിൽ 2 പോക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ വെക്കാം, അംബ്രല്ല വെക്കാം. നിങ്ങൾക്ക് വീണ്ടും അംബ്രല്ല ഞാൻ പുതിയതല്ല കേട്ടോ വാങ്ങിക്കുന്നത്, എൻ്റെ പഴയതുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്കും നല്ല നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങളുടെ ബാഗിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് കുറേ നാളൊക്കെ ആയി. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കുന്ന മടിയായിപ്പോൾ. എന്ന് വെച്ചാൽ എനിക്ക് ഫോളോവേഴ്സ് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ലൈക്കും വ്യൂസ് ഇച്ചിരി കൂടുതലാണ്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാനില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാൾ വീഡിയോ എടുക്കാതിരുന്നത്. ഇപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്കൊരു ഇത് കൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കനൊക്കെ ഞെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ കാണാം. ബൈ.